പാലക്കാട് വരുന്നത് കണ്ടോടാ, അതിൽ ആർക്കൊക്കെ തലക്കിട്ട് കൊണ്ടോടാ. അപ്പം നമ്മൾ വേടനെ കാണാൻ വേണ്ടി പാലക്കാട് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും തന്നെ ഉച്ചക്കൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 6 മണിക്കാണ് പരിപാടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്ന് നമ്മൾ ഇടയ്ക്കേരി നിൽക്കാന്നുള്ള പരിപാടിയിലാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ, നോക്കട്ടെ. എല്ലാവരും വന്നിരിക്കുന്ന നോക്കി, അടിപൊളി. ഉള്ളി കയറ്റി വിടില്ലേ ഈ പറഞ്ഞ പോലെ. ഇതിൻ്റെ ഫ്രണ്ട് എവിടെയാടാ? ഇതന്നെയല്ലേ ഫ്രണ്ട്? ടൈം വരെ നമ്മുടെ വേടനെ കാണാനുള്ള തിരക്കുകളുടെ തിരക്കാണ്. നമ്മുടെ യൂത്ത് ഐക്കൺ, നമ്മുടെ കുട്ടികൾ നോക്കി വേടന്റെ മുടി കാര്യം ആളാ വേടം വരുന്ന പറഞ്ഞ് നട്ടുച്ച നേരത്താണ് ഇത്ര തിരക്ക്. 6 മണി വരെ സമയമുണ്ട് നോക്കി കണ്ട മൊത്തം കത്തുണ്ട് ഇവിടെ, മൊത്തം കത്ത് നോക്കാൻ. വേണ്ടി വലിയ ബലമില്ലാത്ത ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് ാതിരിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ തൽക്കാലം സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യം, അതിന്റെ പരിമിതി നിങ്ങൾക്ക് ഊഹിക്കാം. നമ്മളെല്ലാം അത് ആഘോഷമാക്കാൻ വന്നതാണ്. നമ്മളപ്പോ മഴ കൊണ്ടാണെങ്കിലും വെയിൽ കൊണ്ടാണെങ്കിലും ആഘോഷമാക്കും. പക്ഷെ ഇവിടെ എക്യുപ്മെന്റ്സ് നനയരുത്, ആർട്ടിസ്റ്റും പെർഫോമേഴ്സും ബുദ്ധിമുട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മാത്രം സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. അതിന്റെ പരിമിതിയും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി 6:30 മുന്നേ വേടനെ പ്രതീക്ഷിക്കേണ്ട. വേടന്റെ ടീം ഇപ്പൊ വന്നിട്ട് സൗണ്ട് ചെക്ക് ചെയ്യും 4:30 മണിയാവുമ്പോ. ഓക്കെ, താങ്ക് യു. ഹേമന്ത് വിളിക്കുന്നത് രഹസ്യല്ലേ? ഇപ്പഴാ മനസ്സിലായത്. അപ്പൊ ചേട്ടായിമാരെ, നമ്മുടെ വേടനെ കാണാൻ വേണ്ടി നമ്മൾ പാലക്കാട് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുകയാണ്. ഫുള്ള് തിരക്കാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മുടെ ചാനലുകാർ കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഇനി 2-3 മണിക്കൂറാവും ഏകദേശം വേടം വരാൻ തുടങ്ങാൻ, പരിപാടി തുടങ്ങാൻ. സംഭവം സെറ്റാണ്. മഴയുണ്ടെങ്കിലും സെറ്റാണ്. മഴയുണ്ടെങ്കിലും സെറ്റാണ്, മഴയില്ലെങ്കിലും സെറ്റാണ്. നനഞ്ഞാലും സെറ്റാണ്. നനഞ്ഞുകൊണ്ട് വേടനെ കാണുന്നതിനാണ് ഇവിടുത്തെ എല്ലാവരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വേടനെ ഒരാഴ്ച ശരിക്കും ആയിട്ടുള്ളൂ. നമുക്കിതിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് വേടനെ കുറിച്ച് വേടൻ്റെ പാട്ട് സെറ്റ് പോലെ ഒരു 10 വരി അല്ലെങ്കിൽ 4 വരി പാട്ട് 2 ദിവസം കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, പാടിക്കാം എന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് സാധനം. പാട്ട് എഴുതി വന്നിരിക്കുകയാണ്. നമുക്ക് വേടനിൽ കൊടുക്കണം, വേടൻ്റെ നമുക്ക് കൊടുക്കണം കേട്ടോ. വേടൻ്റെ കൊടുക്കണം, വേടനെ കാണണം, വേടൻ്റെ വീഡിയോസ് പറ്റിയാൽ പാടിക്കണം. ഇത് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകും. കാരണം ചോദിച്ചാൽ ഞാൻ എഴുതും, ആൾ പാടും. പിന്നെ തീർച്ചയായിട്ടും മാസം. ഓക്കെ, പാട്ട് സെറ്റ്, പാട്ട് ഇതാണ് നമ്മളെ തുറന്ന് കാണിക്കുന്ന പാട്ടിന്റെ പ്രകാശനാണ് നടക്കുന്നത്. നമ്മളപ്പോൾ ചുരുക്കി കൂട്ടി നമ്മൾ കടയൊക്കെ ഷോപ്പൊക്കെ അടച്ച് സെറ്റാക്കിയിട്ട് വന്നതാ. യാദൃശ്യമായിട്ട് സെറ്റായി ഞാൻ വൈഫിനെ കൊണ്ട് എഴുതിച്ചതാണ്. എൻ്റെ കയ്യിൽ അടിപൊളിയാവും. നമ്മുടെ പാലക്കാട് വരുന്നതിൻ്റെതായ ഭാഗമായിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. പാലക്കാട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാട്ട് മാസമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേടൻ പാലക്കാട് വരുന്നത് എങ്ങനെ എഴുതാം? വേടൻ പാലക്കാട് വരുന്നത് കണ്ടോടാ, അതിൽ ആർക്കൊക്കെ തലക്കിട്ട് കൊണ്ടോടാ, നാളിന്ന് കാണാത്ത പൂരോടാ, ചെക്കൻ മാസമായി വരുന്നത് കണ്ടോടാ. ഇതാണ് 4 വരി. ബാക്കി നമ്മൾ പടയ്ക്കും. അപ്പോൾ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേടനെ കൊണ്ട് നമ്മൾ പാട്ടിക്കും ചെയ്യും. ഓക്കെ അല്ലേ? മുഴുവൻ ആളുകളും നമ്മുടെ വിജയണ്ണനെ കാണാൻ പോയി, കണ്ട്
കണ്ടില്ലേ? വിജയണ്ണൻ എന്തൊക്കെ പറഞ്ഞു? വിജയണ്ണന്റെ ജീവിതം മാറ്റിമറിച്ചു. ഒരു പച്ചയൊരു മനുഷ്യനെ കണ്ടു. എന്നിട്ട് പുള്ളിക്കാരൻ സിനിമയ്ക്ക് ചാൻസ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വിജയണ്ണനെ നേരിട്ട് നടന്നുപോയി വിജയണ്ണനെ നേരിട്ട് കണ്ട് വിജയണ്ണൻ ആള് പച്ചയായ ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. ജീവിതം മാറ്റിമറിച്ച ഉണ്ണിക്കുട്ടേട്ടൻ മങ്ങൾ ഡാം നമ്മുടെ സ്വദേശി കൂടിയാണ്. കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് കൂടിക്കാഴ്ച കണ്ടതിലൊക്കെ ആ ബാരിക്കേഡിന്റെ പുറത്ത് വരിക. അജിത്ത് ആ വാലണ്ടിയേഴ്സിനെ ഇവിടെ ഉണ്ടതാക്കാൻ പറയാം. അബിൻ കുറച്ച് വാലണ്ടിയേഴ്സ് ഇവിടെ ഈ ഭാഗം വെച്ച് ഈ കുട്ടികളുടെ ഭാഗത്ത് അതെ, മുമ്പിൽ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധക്കാണ്. ബാരിക്കേഡ് തകർന്ന പരിപാടി നടക്കില്ല. ബാരിക്കേഡ് തകർന്നാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായ പരിപാടി നടക്കില്ല. നമ്മുടെ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ കാരണം പരിപാടി നടക്കാത്ത സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ബാരിക്കേഡ് തകർന്ന സാഹചര്യം ഉണ്ടായാൽ പരിപാടി ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. വളണ്ടിയേഴ്സുമായി സഹകരിക്കുക.
ഉദ്യോഗസ്ഥരും കമ്മിറ്റി മെമ്പേഴ്സും മാത്രം നിൽക്കാൻ പാടുള്ള ബൗൺസേഴ്സും ബാക്കിയുള്ള എല്ലാവരും ദയവ് ചെയ്തൊന്നും മാറ്റണം. ദയവ് ചെയ്ത് പ്ലീസ്. പാലക്കാടിന്റെ മണ്ണിൽ കോട്ടമേധാനം സാക്ഷി നിർത്തി വേടനെ കണ്ടില്ല വേടായി. അപ്പോ ഹേമന്റെ ആരാ പറയണ് വേടന്റെ ബ്രോ മ്യൂസിക് അല്ലേ. അപ്പം ഞങ്ങൾ വേടനെ കാണാൻ പോയിട്ട് വന്നു. അവിടെ തിക്കും തിരക്കും കാര്യങ്ങളും എൻ്റെ പൊന്നു ചങ്ങാതിമാരെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഡബിളല്ല ത്രിബിള് എന്ന് പറയാൻ പറ്റുള്ളൂ. അമ്മാതിരി പരിപാടി. ഇതുപോലത്തെ ഒരു പരിപാടി കാണാൻ പറ്റിയില്ല. പക്ഷേ പോയി അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റി. കയറി ഞാനൊരു മറ്റേ വേടനെ കുറിച്ചൊരു പാട്ടൊക്കെ എഴുതിയിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ കൊടുക്കാൻ പറ്റി. പിന്നെ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, എല്ലാവരുടെ അടുത്ത് ഫോട്ടോസ് എടുത്തു. എല്ലാ പരിപാടിയും അടിപൊളി ഉഷാറായി. അപ്പോൾ ഇനി ഇതൊന്നും പറയണ്ട. അപ്പോൾ അവിടുത്തെ പരിപാടി പാട്ട് 5-6 പാട്ട് അങ്ങോട്ട് പാടിയിട്ട് പോയി ചെക്കാൻ. മാസ് ആളുകളുടെ ഹരം. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. സെറ്റ്. ഓക്കെ ബൈ.